ടെൻഷൻ ഉണ്ടാ? ഫുൾ കൂളാണ്, ചില്ലാണ്. എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടാ? ഈ ഇന്ദ്രു ശരിക്കും ഇങ്ങനെയാണോ? ഭയങ്കര കൂളാണ്, എപ്പോഴും കൂളാണ് ആണല്ലേ? എന്തിനാ അച്ഛനോട് ചോദിക്കണല്ലേ? എന്നോട് ചോദിച്ചാ പോരെ. ഇന്ദ്രുവിന് ഒരു പേടിയില്ലേ? ഒരു കാര്യം ഭയങ്കര പേടിയുണ്ടല്ലോ. പ്രേതത്തിന് പേടിയില്ലേ? അതെന്താ അച്ഛനുള്ളോട് പേടിയില്ലാത്ത? അച്ഛൻ്റെ അടുത്ത് തോക്കണ്ടല്ല, പിന്നെന്ത് പേടിയാ? അത് കളിപ്പാട്ടോ. ഞാൻ വെടി വെക്കുന്നതിലെ കാണലുണ്ട്. എവിടെ? ചേച്ചിയായിട്ട് എപ്പോഴും അടിയാണോ? ഞാനില്ല, എന്റെ ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കും. എന്റെ ചേച്ചി ഒന്നും എനിക്ക് തരത്തില്ല. പുറത്തലിട്ടൊന്നും കൊടുക്കും. അങ്ങനെ ആര് പുറത്ത് കൊടുക്കും? ഞാൻ തന്നെ. ചേച്ചി പാവല്ലേ? പാവോ? കലമ്പുന്ന സാധനാണ്. ശരിക്കും ചേച്ചി ഇതൊക്കെ കേക്കണ്ടിട്ടോ. ചേച്ചി കേട്ട് കഴിഞ്ഞാ ഇതൊന്നും കാണില്ല. ഇവിടെ ഇരിക്കുമ്പോ എന്താവണമെന്ന് ഇന്ദ്രുവിന് തോന്നണേ? പട്ടാളക്കാരനാവണമെന്ന് ആഗ്രഹം. എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ പട്ടാളക്കാരനാവണം. ഈ പട്ടാളക്കാരൻ എന്താ ചെയ്യണേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ്. അങ്ങനെ പറ, ഞാൻ ബിൽറ്റ. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കുട്ടി താരമാണ്, ഇന്ദ്രജിത്ത്. ഹലോ. ടെൻഷൻ ഉണ്ടാ? ടെൻഷൻ ഉണ്ടാ? ഫുൾ കൂളാണ്, ചില്ലാണ്. നമ്മള് പൊളിക്കുന്ന് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലന്നെ. സുഖായിട്ടിരിക്കുന്നോ? എവിടെന്നാ വരുന്നേ ഇപ്പൊ? കണ്ണൂരിന്ന്. കണ്ണൂരാണ് വീട്? ആണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടിലെ അച്ഛമ്മ, പിന്നെ അച്ചാച്ചൻ, പിന്നെ അവരെല്ലാം എന്റെ അച്ഛന്റെ എല്ലാ ചേച്ചി, അവരെല്ലാം. ചേച്ചിയുടെ കാര്യം എന്താ പറയത്തെ? എന്റെ ചേച്ചിന്റെ കാര്യം? ചേച്ചി വീട്ടിലല്ലേ ഉള്ളേ, ചേച്ചി ഇവിടെയല്ലേ ഉള്ളേ. ആണോ? ആണല്ലേ? എല്ലാരും കൂടി ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ വന്നത്. ഇന്ദ്രജിത്തിനെ എന്താ വീട്ടില് വിളിക്കുന്നേ? ഇന്ദ്രു. ഇന്ദ്രു. ഞാനും അങ്ങനെ വിളിച്ചോട്ടെ? എന്റെ പേരെന്താന്നറിയോ? പക്ഷേ ആദ്യമായിട്ട് എന്റെ പേര് ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ശരിയാക്കി പറയുന്നേ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാ? ഉണ്ടെന്ന് പറ. ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല? ഒട്ടും കണ്ടിട്ടില്ല. സാരല്ല, ഓക്കെ, നമ്മള് കട്ട് ചെയ്യും കേട്ടോ. പിന്നെ പുതിയ വിശേഷം എന്തൊക്കെയാ? ഇന്ദ്രജിത്ത് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞല്ലോ. ടിക്കറ്റ് ആക്ക അല്ലേ? ആ സിനിമ ഇറങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ സിനിമയുടെ വിശേഷം എന്താ? നല്ലെന്നെ. ആ സിനിമയിൽ എപ്പോഴാ അവസരം കിട്ടിയേ ഇന്ദ്രുവിന്? കൊറേ ദിവസമായി അവസരം കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയില്ല എപ്പോഴാ കിട്ടിയെന്ന്. ആണല്ലേ? എന്നിട്ട് സന്തോഷം തോന്നിയോ? തോന്നി. എന്നിട്ട് പറ. എന്നിട്ട് എന്ത് ആസിഫിക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നതെന്നൊക്കെ കേട്ടല്ലോ. ആണോ? എന്നിട്ട് ആസിഫിക്കാനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലന്നെ, അടിപൊളിയായിരുന്നു. ആണോ? ആസിഫിക്കാനെ ഇഷ്ടാണോ? ഏറ്റവും ഇഷ്ടം ആരാ? ഏറ്റവും സിനിമാ നടന്മാരിലെ ഏറ്റവും ഇഷ്ടം? ലാലേട്ടനെയും മമ്മൂട്ടിനെയും ആസിഫിക്കാനെയും. ഒരാളെ പറയണം. ആസിഫിക്ക. അതെന്താ ആസിഫിക്കാൻ ഇത്ര ഇഷ്ടം? എന്റെ സിനിമയിൽ അഭിനയിച്ചോണ്ട്. അല്ല, ആസിഫിക്കന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചോണ്ട്. എന്നാലും അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടനെ. അതെന്താ ലാലേട്ടനെ ഇഷ്ടം? അതറിയില്ല, എന്നാലും ഇഷ്ടാണ്. ഫസ്റ്റ് വിജയനെ ഇഷ്ടമായി, ഇപ്പഴും ലാലേട്ടനെയായി. ഫസ്റ്റ് ആരെയായിരുന്നു ഇഷ്ടം? വിജയനെ. വിജയുടെ ഒരു കട്ടൊക്കെ ഉണ്ടല്ലോ ഇന്ദ്രുവിന്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ദ്രുവിനെ പോലെ വിജയ് ഇരിക്കണെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അശ്ശോ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി കണ്ടപ്പാ. സന്തോഷായില്ലേ? നല്ല കാര്യല്ലേ വിജയിനെ പോലെ ഇരിക്കാന്ന് പറയുമ്പോ? വലുതാവുമ്പോ വിജയിനെ പോലെ ആവാനാണോ ഇഷ്ടം? വിജയിനെ പോലെ ഇഷ്ടാണ്, ലാലേട്ടനെ പോലെ ഇഷ്ടാണ്. വലുതാവുമ്പോ എന്താവാനാ ഇന്ദ്രുവിന്റെ ആഗ്രഹം? കരാട്ടക്കാരൻ ഇങ്ങനത്തെ എല്ലാം ഇല്ലേ? എങ്ങനത്തെ എല്ലാം? കരാട്ടയോ? കരാട്ടയൊക്കെ അറിയോ? അത് കുറച്ച് എനിക്കറിയില്ല, അങ്ങനെ അറിയില്ല. ഞാൻ പഠിക്കാൻ പോയതാ, പക്ഷേ പോയി. എന്ത് പറ്റി? അതില്ലേ, മാസ്റ്റർ വീണ് തല പൊട്ടി. എന്ത് പറ്റി? മാസ്റ്റർ വീണ് തല പൊട്ടിയോ? അതെന്താ അങ്ങനെ പറ്റി? അമ്മോ, എനിക്കറിയില്ല. നീ അതുകൊണ്ട് കരാട്ടെ നിർത്തിയോ? അശ്ശോ, അത് പഠിക്കണ്ടായിരുന്നു. എന്നാ വേറെ സ്ഥലത്ത് പോയി ചേരായിരുന്നില്ലേ നിനക്ക്? എന്തേ ചേർന്നില്ലേ? അപ്പൊ വലുതാവുമ്പോ കരാട്ടക്കാരനാവോ? അല്ല, ഇപ്പൊ ചേർന്നത് ഏതിലെല്ലാന്ന് വെച്ചാ ജിംനാസ്റ്റിക്, സ്കേറ്റിംഗ്, അതല്ലോ. ആണല്ലേ? കരാട്ടൊക്കെ ചേർന്നിട്ടില്ല. അപ്പൊ നേരത്തെ എന്താവാനാ? വലുതാവുമ്പോ കരാട്ടക്കാരനായാ മതിയോ? പൈലറ്റ് ആവണമെന്ന് എന്തോ പറഞ്ഞില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലേ?
ഇപ്പോഴുണ്ട്. ഇപ്പൊ എനിക്ക് ഓരോരോ ദിവസം ഓരോരോ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എന്താവണമെന്ന് ഇന്ദ്രുവിന് തോന്നണേ? ഇപ്പൊ ഇരിക്കുമ്പോ ഒരു പട്ടാളക്കാരനാവണമെന്ന് ആഗ്രഹം. എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ പട്ടാളക്കാരനാവണമെന്ന്. ഈ പട്ടാളക്കാരൻ എന്താ ചെയ്യണേ? വെടിവെച്ച് കൊല്ലും. പട്ടാളക്കാര് വെടിവെച്ച് കൊല്ലുവോ? ആ അതാണോ ഇന്ദ്രുവിന് ഇഷ്ടം? അപ്പൊ സിനിമയിൽ അഭിനയിക്കണ്ടേ? അതല്ലേ ഞാൻ മെയിൻ പറയുന്നേ. അത് പറയാൻ മറന്നു പോയതാ. ഇഷ്ടാണ്. അപ്പൊ പട്ടാളക്കാരനാവണം, കരാട്ടക്കാരനാവണം, സിനിമയിൽ അഭിനയിക്കണം, ടീച്ചർ ആവണോ? ടീച്ചറെ വേണ്ട. അതെന്താ ഉണ്ടാത്തെ? എനിക്ക് ടീച്ചറെ വേണ്ട. അതെന്താ? പഠിക്കണതേ. ഇടക്കിടക്ക് സ്കൂളിൽ പോണു. അത് മടിയാ എനിക്ക് സ്കൂളിൽ പോവാൻ. സ്കൂളിൽ പോവാൻ ഇഷ്ടമല്ല ഇന്ദ്രുവിന്? ഇഷ്ടല്ല. അതെന്താ ഇഷ്ടമല്ലാത്തെ? അതാ ആ അത് ഇടക്കിടക്ക് ഞാനിപ്പോ ശനി ഞായറും സ്കൂളിൽ ലീവ് ആക്കിയാല് പിന്നെ പോവാൻ ഇഷ്ടല്ല. ഷേടാ, അപ്പൊ ടീച്ചേഴ്സ് ഇതൊക്കെ കേട്ട ഇന്ദ്രുവിന് വഴക്ക് പറയില്ലേ നീ? അയ്യോ ഇല്ല ഇല്ല, അവര് വഴക്കൊന്നും പറയില്ല. ഇതൊക്കെ തമാശയല്ലേ. എന്നാലും എനിക്ക് എന്റെ അടുത്ത് അപ്പയും അമ്മയും പറഞ്ഞു ശരിക്കും ഇന്ദ്രുവിന് സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കുറച്ച് ഇഷ്ടാവും. പണ്ടിന്റെ മടിയായിരുന്നു. ഇന്ദ്രു എത്രയല്ല പഠിക്കുന്നേ? ഒന്നിലാണോ പഠിക്കുന്നേ? ഒന്നിലായിട്ടുള്ളൂ. ഒന്നിലായിട്ടുള്ളല്ലേ? ആ. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഇന്ദ്രുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അർഷിൻ. എന്താ അർഷിൻ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ കാരണം എന്താ? ഓനില്ലേ, ഓനെ പറഞ്ഞേ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിട്ടില്ല. LKG പഠിക്കുന്ന സമയത്ത് ഞാൻ വാട്ടർ ബോട്ടിൽ കളിക്കുന്ന സമയത്ത് ടീച്ചർ വാട്ടർ ബോട്ടിൽ അവിടെ വെച്ച് ചോനെടുത്ത് വന്ന് പിന്നെ അങ്ങനെ ഫ്രണ്ടായതാന്നാ ഓൻ പറഞ്ഞു. എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ അവനാണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോ ഇനി ലൈഫ് ലോങ് പുള്ളിയായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അത്രക്ക് ഇഷ്ടാണ്. അത്രക്ക് ഇഷ്ടമാണ്. ആണല്ലേ? ഈ ഇന്ദ്രു ശരിക്കും ഇങ്ങനെയാണോ? ഭയങ്കര കൂളാണ്, എപ്പോഴും കൂളാണ്? കൂളാണ്. ആണല്ലേ? എന്തിനാ അച്ഛനോട് ചോദിക്കണല്ലേ? എന്നോട് ചോദിച്ചാ പോരെ? ഞാൻ ഇന്ദ്രുവിനോട് തന്നെ. ഇന്ദ്രുവിന് ഒരു പേടിയില്ലേ? ഒന്നും പേടിയില്ലേ? എന്നാൽ ഒരു കാര്യം ഭയങ്കര പേടിയുണ്ടല്ലോ. അതെന്താ? എന്ത് കാര്യം? ഞാൻ അച്ഛനോട് ചോദിക്കും എന്ത് കാര്യാണെന്ന്. എനിക്ക് എന്ത് കാര്യം? എനിക്കൊന്നും പേടിയില്ല. പ്രേതത്തിന് പേടിയില്ലേ? പ്രേതത്തിന് ഇല്ല. പ്രേതം- അച്ഛനുള്ളോണ്ട് പേടിയില്ല. അച്ഛനുള്ളോണ്ട് പേടിയില്ല. അതെന്താ അച്ഛനുള്ളോട് പേടിയില്ലാത്ത? ഇല്ല. അതെന്താ അച്ഛനുള്ളോണ്ട് പേടിയില്ലാത്ത? അച്ഛന്റെ അടുത്ത് തോക്കണ്ടല്ല, പിന്നെന്ത് പേടിയാ? അച്ഛന്റെ അടുത്ത് തോക്കോ? ആ. അതെവിടെ തോക്ക്? വീട്ടില് തോക്കുണ്ട്. എന്ത് തോക്ക്? വെടിവെക്കുന്ന തോക്ക്. അത് കളിപ്പാട്ടോ? അല്ല അത് ഇന്ദ്രനെ പറ്റിച്ചേക്കുന്നയാ. അല്ല അതെ. അല്ല അതെനിക്കറിയാം. ഞാൻ വെടിവെക്കുന്നതിലെ കാണലുണ്ട്. എവിടെ വെടിവെക്കുന്നെ? എന്റെ അച്ഛനോട് ക്ലാസ്സിലും വെച്ചിട്ട് വെടിവെക്കുക ഇതിനകത്തോടും. ആണോ? പക്ഷെ പ്രേതത്തിന് വെടിവെച്ച പ്രേതം ചാവില്ല. അത് ശരിയാ, പക്ഷെ കുറച്ച് പേടിയുണ്ട്. കുറച്ച് പേടിയുള്ളു അല്ലേ? അച്ഛനാണ് അപ്പൊ എല്ലാത്തിനും അച്ഛനെ ഇഷ്ടം എന്നാ പറഞ്ഞത് അല്ലേ? ഞാൻ ഇടക്കിടക്ക് ചോദിക്കലുണ്ട് അച്ഛനെ പ്രേതത്തിന് പേടിയാണോന്ന്. പറയോ അച്ഛനൊരു പേടിയില്ല, അച്ഛൻ്റെ അടുത്ത് തോക്കില്ല, വെടിവെച്ച് കൊന്നോളുന്നല്ലേ അച്ഛൻ പറയുന്നത്. ആണല്ലേ? പക്ഷെ അച്ഛനല്ലേ ഇന്ദ്രുവിനെ ഏറ്റവും കൂടുതൽ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? അച്ഛൻ തന്നെ. ആണോ? അച്ഛനെ ഭയങ്കര ഇഷ്ടാണോ? രണ്ടാളും ഇഷ്ടമാണ്. അച്ഛൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അയ്യോടാ, അച്ഛനെയും അമ്മേനെയും ഇഷ്ടാണ്. ഇവർ രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അല്ലേ? അപ്പൊ ഇന്ദ്രന് പേടിയില്ലെന്നല്ലേ പറഞ്ഞേ? ആരെയും പേടിയില്ലെന്നല്ലേ പറഞ്ഞേ? പാമ്പിനെ ഒന്നും പേടിയില്ല? ടീച്ചേഴ്സിനെ പേടിയില്ല? ഇല്ല. ഒരു ടീച്ചറിനെ ഭയങ്കര പേടിയുണ്ടെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു. എനിക്ക് ഒരു പേടിയുമില്ല. അതെന്താ ഒരു പേടിയില്ല? എനിക്ക് സ്കൂളൊക്കെ പഠിച്ചോണ്ടിരിക്കാൻ നേരത്ത് ഭയങ്കര പേടിയായിരുന്നു. എനിക്കില്ലേ ടീച്ചേഴ്സിന് എങ്ങനെ പേടിയാവുന്നറിയോ? എന്തെങ്കിലും ഒന്ന് തെറ്റി അച്ഛ അടി അടിക്കുവോ? അപ്പൊ പേടിയാവോ? അല്ലാതെ പേടിയില്ല? ഇല്ല, അല്ലാതെ പേടിയില്ല. ആണല്ലേ? ഇന്ദ്രുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? സബ്ജക്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷോ? എന്നാ നമുക്കിനി കുറച്ചൊരു ഇംഗ്ലീഷ് സംസാരിക്കാം. അമ്മേ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷാണ്. അതെന്താ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടാൻ കാരണം? അതാ ഞാനില്ലേ ഇടക്കിടക്ക് ഇംഗ്ലീഷ് ഡിക്റ്റേഷൻ വെക്കും. ആ സമയത്തില്ലേ ഞാൻ എഴുതുന്ന ഫുൾ മാർക്ക് എടുക്കും. അപ്പില്ലേ എനിക്ക് അങ്ങനെ മേടിച്ച് ശീലായി. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് ഇഷ്ടായി. വീട്ടിൽ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുവോ? ഇല്ല, കുറച്ച് കഴിയുമ്പോ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും ഇന്ദ്രു അല്ലേ? സംസാരിക്കും. വലുതാവുമ്പോ നമുക്ക് പൈലറ്റ് ആവണം, പട്ടാളക്കാരനാവണം, പിന്നെന്തായിരുന്നു ആവട്ടെ, കരാട്ടക്കാരനാവണം, സിനിമയിൽ അഭിനയിക്കണം. ഇപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ച ഇന്ദ്രു? 2 സിനിമയില്. ഒരു സിനിമ ടിക്കി ടാക്ക. വേറെ സിനിമ ഏതാ? അതൊരു സിനിമയാണ്.
ആണല്ലേ? ഓക്കെ. അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. പേരിട്ടിട്ടില്ല. ഓക്കെ. ഇനി ടിക്കി ടാക്കയിൽ അഭിനയിച്ചപ്പോ ഭയങ്കര സന്തോഷായിന്ന് പറഞ്ഞില്ലേ? ആസിഫിക്കനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിന്ന് പറഞ്ഞില്ലേ? ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ ആസിഫിക്കയുടെ അടുത്ത് ഓടി ചെന്നിട്ട് ആസിഫിക്ക എന്നൊക്കെ പറയുന്നേ, അത് എവിടെ വെച്ചായിരുന്നു? അത് കണ്ണൂർ വെച്ചെന്നെ. ആണോ? കണ്ണൂർ ചാൽവീച്ചിന്. എന്നിട്ട് എന്ത്? ഒന്നുമില്ല. ആസിഫിക്കാന്ന് വിളിച്ച് എന്താന്ന് വെച്ച് പിന്നെ പോയി. ആസിഫിക്ക ഇപ്പൊ ശരിക്കും ഭയങ്കര പാവല്ലേ? പാവാണ്. ആണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അയ്യോടാ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ആസിഫിക്കയുടെ ഏത് സിനിമ ഏറ്റവും ഇഷ്ടം? ആസിഫിക്കന്റെ സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല. ആകെ അറിയുന്നത് ഇതാ സിനിമയായി ടിക്കി ടാക്ക. ടിക്കി ടാക്ക. അപ്പൊ ഇന്ദിര വെറുതെ അല്ല എന്നെ അറിയില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എന്നെ അറിയണ്ടയാണ്. ഞാനും വിചാരിച്ചു എന്താ എന്നെ അറിയില്ലാത്തത്. അപ്പൊ സിനിമ TV ഒന്നും കാണാറില്ലേ? TV കാണാറുണ്ട്. ടിവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? എന്ത് കാണാനാ ഇഷ്ടം? ഇങ്ങനത്തെ ഇംഗ്ലീഷ് സിനിമ, പ്രേതത്തിന്റെ അല്ല അത്. പ്രേതത്തിന്റെ സിനിമയോ? പ്രേതത്തിന്റെ സിനിമ ഇഷ്ടമാണോ? പേടിയാവൂലേ? സിനിമ കണ്ടാലും പേടിയാവൂലേ? ചിലപ്പോ അച്ഛന്റെ മേത്തെല്ലാം കെട്ടിപ്പിടിച്ച് കിടക്കുക. അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പൊ ഇന്ദ്രുവിന്റെ കൊറേ വീഡിയോസ് ഉണ്ടല്ലോ. ആ വീഡിയോയിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇന്ദ്രു എന്താ ഒരു എക്സാമിന് പോയിട്ട് മാർക്ക് അത് കണ്ടപ്പോ എനിക്ക് സങ്കടമായി. ചേച്ചിക്ക് നല്ല സങ്കടം വന്നു. ചേച്ചിക്ക് കരച്ചിലൊക്കെ വന്നു കണ്ടപ്പോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ വീഡിയോ? എല്ലാരും എന്താ പറഞ്ഞേ അത് കണ്ടിട്ട്? അത്രേ പറഞ്ഞുള്ളൂ? വേറൊന്നും പറഞ്ഞില്ലേ? അല്ല, എനിക്ക് കേൾക്കാൻ പറ്റുമോ? ഇവരെന്തെല്ലോ ചെയ്യല്ലേ? എന്റെ അച്ഛനല്ലേ ഫോണിൽ വെക്കുവാ. നേരിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രുവിനോട്? ഇല്ല. ഓഷോ, നേരിട്ട് വന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇന്ദ്രുവിനെ കാണാറുണ്ട്, ഇന്ദ്രുവിന്റെ വീഡിയോസ് ഒക്കെ അതെല്ലാം പറഞ്ഞില്ല. പക്ഷെ മറ്റേ വീഡിയോനെ കുറിച്ച് അതൊന്നും പറഞ്ഞില്ല. ഇന്ദ്രുവിനെ ഇനി ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കാനാ ഇഷ്ടം? ആരുടെ കൂടെ അഭിനയിക്കാനാ ഇഷ്ടം? അഭിനയിക്കണം ഇഷ്ടം ലാലേട്ടൻ. ലാലേട്ടന്റെ കൂടെ. ലാലേട്ടന്റെ ഏതെങ്കിലും ഒരു സിനിമ പറയോ? ഏത് സിനിമയാ ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടം? എമ്പുരാൻ ഇഷ്ടാണ്. ലൂസിഫർ ഇഷ്ടല്ലേ? ലൂസിഫർ അല്ല, രണ്ടും അതെ. ലാലേട്ടന്റെ ഒരു ഡയലോഗ് പറയോ? ലാലേട്ടന്റെ ഡയലോഗാ? ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നിന്നിട്ട്. ചെരിഞ്ഞേക്കുന്ന ആരാ? ലാലേട്ടന്റെ ഒരു ഡയലോഗ്. അതിങ്ങനെയല്ലേ നിൽക്കുന്നത്? അത് പുഷ്പല്ലേ? അത് അല്ലു അർജുൻ അല്ലേ? അല്ലു അർജുൻ അല്ലേ അത്? അല്ലു അർജുൻ. പക്ഷെ ലാലേട്ടൻ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കാറില്ലേ? ഇല്ല. അപ്പൊ എനിക്ക് തെറ്റിപ്പോയതാ അല്ലേ? എന്റെ മിസ്റ്റേക്ക്, മൈ മിസ്റ്റേക്ക്. എന്നാലും ലാലേട്ടന്റെ ഒരു ഡയലോഗ് പറഞ്ഞേ, ഒരു സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയിൽ ഒരു ഡയലോഗ്. എന്റെ പിള്ളേരെ തൊടുന്നോടാ, അതറിയില്ലേ? അത് ചിരിച്ചോണ്ടല്ല, സീരിയസ് ആയിട്ടാ ലാലേട്ടൻ പറയുന്നേ. അതെനിക്കറിയാം. എന്റെ പിള്ളേരെ തൊടുന്നോടാ. ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കാണണമെന്നുണ്ടോ? ഇപ്പൊ ലാലേട്ടനെ നേരിട്ട് കാണുകയാണെങ്കിൽ ഇന്ദ്രു എന്താ പോയി പറയാൻ പോകുന്നേ? ഞാൻ പറയും ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഒന്ന് വീട്ടിൽ നിന്ന് വിചാരിക്കില്ല ലാലേട്ടന്റെ വീട്ടിന്റെ അടുത്താണെങ്കിൽ. അച്ചോടാ, ലാലേട്ടൻ വീടിന്റെ അടുത്തായിരുന്നെങ്കിലോ? ഞാൻ ഇടക്കിടക്ക് പോകും, എന്തെങ്കിലും ചോദിക്കും, തിരിച്ചു വരും. അപ്പൊ ലാലേട്ടന്റെ കൂടെയാണ് ഇന്ദ്രുവിനെ അഭിനയിക്കേണ്ടത്. മോനായിട്ട് അഭിനയിക്കണോ അതോ കൂടെയുള്ള കൂട്ടുകാരനായിട്ട് അഭിനയിക്കണോ? എങ്ങനെ അഭിനയിക്കാനാ ഇന്ദ്രുവിന് ഇഷ്ടം? മാത്രം മതി, ഇന്ദ്രുവും ലാലേട്ടനും മാത്രം മതി ആണല്ലേ? സിനിമയൊക്കെ കാണാറുണ്ടോ? ഏത് സിനിമയാ ലാസ്റ്റ് കണ്ടേ? ഡ്യൂഡാണ്. ഡ്യൂഡിൽ അഭിനയിച്ച ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടാണ്. നടിമാരിൽ ഏറ്റവും ഇഷ്ടം ആര്യാ ഇന്ദ്രുവിന്? ആ ചേച്ചിയില്ലേ, മമിത എന്നാന്ന് തോന്നുന്നു അല്ലേ ചേച്ചിയുടെ പേര്? ആണോ? ആ ചേച്ചിയുടെ വേറെ സിനിമ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. കണ്ടതായിട്ട് ഓർമ്മയില്ലേ? അതെന്തോ ഒന്നും ഓർമ്മയില്ലാത്ത ഇന്ദ്രുവിന്? എനിക്കറിയില്ല. അതെന്താ? എന്ത് നല്ല കൊച്ചാ, സിനിമയും കാണാറില്ല, ടിവിയും കാണാറില്ല. ഇംഗ്ലീഷ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഇന്ദ്രു ഗുഡ് ബോയ് ആണോ? ഗുഡ് ബോയ്. ആരാ പറഞ്ഞ ഗുഡ് ബോയ് ആണ്? അമ്മ പറഞ്ഞോ? അല്ല, അല്ലെങ്കിൽ ഞാൻ ഗുഡ് ബോയ് തന്നെയാ. ആണോ? അതെന്താ? അതും എനിക്കറിയില്ല. ചെലപ്പോ ഞാൻ വീടെല്ലാം ചിലപ്പോ സഹായിച്ചു കൊടുക്കലുണ്ട്, അതുകൊണ്ടായിരിക്കും. അയ്യോടാ, എങ്ങനെ സഹായിക്കാറ്? ചില സമയത്ത് എവിടെങ്കിലും പോകുമ്പോ എന്റെ എല്ലാരും ആയിട്ട് അടിച്ചാലും പോകലുണ്ട്, അതുകൊണ്ടായിരിക്കും. ഇന്ദ്രു വീട്ടില് ജോലിയൊക്കെ ചെയ്യോ? എടാ മിടുക്ക. ഞാൻ തന്നെ വീട്ടാലങ്കോലാക്കിട്ട് ഞാൻ തന്നെ വൃത്തിയാക്കല.
അതും നല്ലത്. എന്നാലും അലങ്കോലായിട്ട് വൃത്തിയാക്കി ഇടില്ലേ? ആ ഇന്ദുരു വൃത്തിയാക്കി ഇടും. അമ്മ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്ന എന്തിനാ ഇന്ദുരുവിനെ? എന്നെ ചീത്ത പറയലൊന്നുമില്ല, ഞാൻ തന്നെ എന്തെല്ലാം കുഴപ്പാക്കിട്ടാ. ഞാൻ തന്നെ കുഴപ്പാക്കിയിട്ട് ഞാൻ തന്നെ എല്ലാം റെഡിയാക്കും. ഇന്ദുരു നല്ല ഗുഡ് ബോയ് ആണ് അതുകൊണ്ട് അല്ലേ? അച്ഛനും ചീത്ത പറയാറില്ല? അച്ഛൻ ഇടക്കിടക്ക് പറയും കേട്ടാ, എന്താ അതൊന്നും ഞാൻ കാര്യാക്കലില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആസിഫിക്കാട് കൂടെ അഭിനയിച്ചപ്പോ എന്താ തോന്നിയത് ഇന്ദുരുവിന്? എന്തായിരുന്നു അവിടുത്തെ വിശേഷങ്ങള് ഒക്കെ പറ. അതാ എനിക്ക് തോന്നിയത് ശരിക്കും എന്റെ ആസിഫിക്ക എന്റെ അച്ഛനാണെങ്കിൽ. അയ്യോടാ, അത്രയ്ക്ക് സ്വീറ്റ് ആണ്. ആസിഫിക്ക എന്താ ഇന്ദുരുവിനെ വിളിക്കണേ? മിസ്റ്റർ ഇന്ദ്രജിത്ത്. അങ്ങനെയാണോ ആസിഫിക്ക വിളിക്കുന്നേ? അയ്യോടാ, എന്താ അങ്ങനെ വിളിക്കുന്നേ? ബാസ് കുട്ടി വിളിക്കും അല്ലേ? പേടിച്ചു പോവോ? ഇല്ല ഇല്ല, കൂളായിട്ടാ വിളിക്കുന്നേ. അതത്രയും സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും അല്ലെ? ഇന്ദുവിനോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. അന്നൊരു സിനിമ, ആ സിനിമയിൽ ഒരു അടി സീൻ ഉണ്ട്. ആ സമയത്ത് ഞാൻ ആസിഫിക്കാന്ന് ഒറ്റ വിളിച്ച സമയത്ത് മിസ്റ്റർ ഇന്ദ്രജിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ചടാ, അതാണ് ആസിഫിക്കാനെ. എനിക്കും ആസിഫിക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. ആസിഫിക്കയുടെ എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടം. എനിക്കും. അതിന് നീ പറഞ്ഞത് സിനിമ കണ്ടിട്ടില്ല എന്നല്ലേ? ഇത് കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ, എനിക്ക് അധികം ഒന്നും സിനിമയുടെ പേരില്ലേ. പേരറിയില്ലെങ്കിലും കണ്ടിട്ടുണ്ട് ആണല്ലേ? വേറെ ഏതോ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, ടിക്കറ്റ് അല്ലാതെ. അത് ഏത് സിനിമയായിരുന്നു? സിനിമക്ക് പേരിട്ടിട്ടില്ല. ആ സിനിമയുടെ വിശേഷം പറഞ്ഞേ. തെയ്യായിട്ടാണ് അഭിനയിച്ചത്. എന്നിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങളെല്ലാം തെയ്യായിട്ട് അഭിനയിച്ച്, പിന്നെ ഒരു മലേന്റെ മുകളിലത്തെ, മലയല്ല മരത്തിന്റെ മുകളിലൊക്കെ നേരെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത്, പിന്നെ ഫ്രീ ആയിട്ട് ഒരു ബോളും കിട്ടി. ഫ്രീ ആയിട്ട് ഒരു ബോളും കിട്ടി. ഒരു ബോളോ? ആണല്ലേ? ആ സിനിമയിലൊക്കെ വിളിച്ചപ്പോ സന്തോഷായില്ലേ ഇന്ദുരുവിന്? അച്ഛയും അമ്മയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങക്ക് സന്തോഷായി, ഞങ്ങളുടെ മോൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാ. അതെനിക്കറിയാം, അറിയാം. അപ്പൊ സന്തോഷായി അത് കണ്ടപ്പോ അല്ലെ? അതിന് നമുക്കൊരു കുട്ടി ഗെയിം കളിക്കാം. ഗെയിം ഇഷ്ടാന്നല്ലേ പറഞ്ഞേ? ഏത് ഗെയിം ഏറ്റവും ഇഷ്ടം? അതൊക്കെ അത് ഇവിടെ കളിക്കാനുള്ള സൗകര്യം ഇല്ല, അത് നമുക്ക് പിന്നെ കളിക്കാം. വേറൊരു ഗെയിം കളിക്കാം. ആ ഗെയിം ഇപ്പൊ പറയാം. ഇതിനു ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാ? ഞാൻ കാർട്ടൂൺ ഒന്നും കാണാനില്ല. അച്ചോടാ, യൂട്യൂബ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണാനില്ല. വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണുള്ളൂ അല്ലേ? ഞാൻ കൊച്ചായിരുന്നപ്പോ എനിക്ക് ടോം ആൻഡ് ജെറി ആയിരുന്നു ഇഷ്ടം. ഞാനും ഇടക്കിടക്ക് ടോം ആൻഡ് ജെറി കാണലുണ്ട്. മിസ്റ്റർ ബീൻ കണ്ടിട്ടുണ്ടോ? മിസ്റ്റർ ബീൻ കണ്ടിട്ടില്ല. അന്ന് എന്റെ ഒരു ഏട്ടനുണ്ട്, അജയ് എന്ന് പറഞ്ഞ. ആ ഏട്ടൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഏട്ടന് എത്ര വയസ്സായി? വയസ്സൊന്നുമല്ല, എനിക്കറിയില്ല എത്ര വയസ്സ്. ആ ഏട്ടന് ഞങ്ങളൊക്കെ സെയിം പ്രായമായതുകൊണ്ട് ഞങ്ങക്ക് മിസ്റ്റർ ബീൻ അറിയാം, കാർട്ടൂൺ നെറ്റ്വർക്ക് ചാനൽ അറിയാം, ടോം ആൻഡ് ജെറി അറിയാം, കൊച്ചി ടിവി അറിയാം, മായക്കണ്ണൻ അറിയാം. മായക്കണ്ണൻ കേട്ടിട്ടുണ്ടോ ഇന്ദുരു? അതാണ് മായക്കണ്ണനാ. അയ്യോടോ, മായക്കണ്ണനൊക്കെ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കാർട്ടൂൺ ആയിരുന്നു. ഞങ്ങള് കൊച്ചായിരിക്കുമ്പോ മായക്കണ്ണൻ കാണാതെ നിങ്ങക്ക് ചായ കുടിക്കാൻ പറ്റൂലായിരുന്നു. അതെ. ഇനി നമുക്ക് ഗെയിമിലേക്ക് പോവാട്ടോ. ഈ ഗെയിമിൽ ചേച്ചി കുറച്ച് ചോദ്യങ്ങള് വെച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങള് ഞാൻ അമ്മയുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചു, അമ്മ ഇതിനൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം ഞാൻ ഇന്ദുവിനോട് ചോദിക്കുമ്പോ ഇന്ദു ഈ സെയിം ആൻസറാ പറയുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള ചോക്ലേറ്റ്സ് തരും. മനസ്സിലായോ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കും, ഇന്ദു അതിന് ആൻസർ പറയണം. ആ ആൻസർ തന്നെയാണ് അമ്മ ഇതിൽ എഴുതിയിട്ടുള്ളെങ്കിൽ ഇന്ദു ജയിക്കും. ഓക്കെ ആണോ? ഇന്ദുവിനെ പറ്റിയുള്ള ചോദ്യാട്ടോ. ഇന്ദുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാ? ബ്രേക്ക്ഫാസ്റ്റാ നൂഡിൽസ്. നൂഡിൽസ് ആണോ? ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിക്കുന്ന സാധനം മറ്റേതില്ലേ, പുട്ടും മുട്ടയെല്ലാം ആക്കിട്ട്. പുട്ടും മുട്ടക്കറിയാണ് ഇഷ്ടം ആണ്. മിടുക്കൻ. ഇപ്പൊ കറക്റ്റ് ആയിട്ടാട്ടോ പറഞ്ഞേക്കണേ. ചോക്ലേറ്റ്സ് ഇഷ്ടമാണോ? ചോക്ലേറ്റ്സ് ഇഷ്ടാണ്. വേണ്ടേ നിനക്ക്? ഇഷ്ടാണ്. തരട്ടെ? തരണമെങ്കിൽ തന്നോ. എന്നാ ഞാൻ എടുക്കും. നിനക്ക് വേണമെങ്കിൽ ഉറപ്പാണേ? എന്നാ ഞാൻ തരാം. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം. എനിക്ക് തരില്ല ഇച്ചിരി? ഇനി ഇത്ര എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് പറഞ്ഞില്ലെങ്കിൽ ചേച്ചി എടുക്കും, അല്ലെങ്കിൽ ചേച്ചിക്ക് കൊടുക്കും. ഇന്ദുവിന്റെ ചേച്ചിക്ക് കൊടുക്കും. ചേച്ചി കൊടുത്തോട്ട് പക്ഷെ എനിക്ക് തരും. ചേച്ചി തരുവോ? അല്ല, ചേച്ചി തരൂല. അച്ഛൻ പറയും ഒന്ന് കൊടുക്കുന്ന് പറയും. എന്ത് കൊടുക്ക? അടി കൊടുക്കാനാണോ ഇത് തരാനാണോ? ഇത് തരാൻ പറയൂ. ആണ്. ചേച്ചി അല്ലാതെ തരൂലേ? ചേച്ചി അങ്ങനെ തരത്തില്ല. അഞ്ചല്ലേ സമയത്ത് പകുതിയാക്കിട്ട് തോന്നും. പകുതിയായിട്ട് തരും അല്ലേ? പാവം ചേച്ചി.
ഇനി ഇതുവരെ ചെയ്ത ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് എവിടെ ചെന്നാലും കണ്ടു എന്ന് പറയുന്നത് ഏതാണ്? ഇന്ദ്രു കുറെ വീഡിയോസ് ചെയ്തിട്ടില്ലേ? അതില് ഈ ആൾക്കാരൊക്കെ കാണുമ്പോ ഇന്ദ്രുവിന്റെ അടുത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഏതാ? പറയട്ടെ, എനിക്കൊന്നും മറ്റേ പരീക്ഷ പേപ്പർ ഇല്ലേ, പരീക്ഷ പേപ്പർ എന്ന് പറയുമ്പോ ഇന്ദ്രു കരയുന്ന വീഡിയോ ആണോ? അതാണല്ലേ ആൾക്കാരെ ഏറ്റവും പറയുന്നേ? അതാണ് 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 കറക്റ്റാ. ഞാനും പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ? ആ വീഡിയോയില് ഇന്ദ്രു ശരിക്കും കരഞ്ഞാണോ അത് ഇവര് കരയിപ്പിച്ചതാണോ? ഞാൻ ശരിക്കും പറഞ്ഞേ. ആണോ? ചൂടാവുന്നൊന്നുമില്ല, ഞാൻ ഇടക്കിടക്കില്ലേ എന്റെ അച്ഛനും അമ്മയും കലമ്പുന്നേലും മനസ്സിലെക്കും, അപ്പൊ അതെല്ലാം കരഞ്ഞു. ഓ ആണോ? അപ്പൊ അങ്ങനെ കരഞ്ഞു അല്ലേ? അതെന്തായിരുന്നു? അതെന്താ പെട്ടെന്ന് ഓർക്കുമ്പോ വിഷമം വന്നോ? അതിങ്ങനെ വിഷമം വരുന്ന അഭിനയിക്കുമ്പോ വിഷമം വരുമോ? അതെങ്ങനെയാ? അത് ഇടക്കിടക്ക് അച്ഛനും അമ്മയെല്ലാം ഇങ്ങനെ ഇടക്കിടക്ക് കലമ്പലുണ്ട്, അത് ഇങ്ങനെ മനസ്സിലാലോചിക്കും വിഷമം വരും. അച്ചോടാ, അപ്പൊ എന്താ വിഷമം വരുമോ? ആണല്ലേ? പക്ഷെ ഇന്ദ്രു അടുത്തുണ്ടെങ്കിൽ അവർ അടിയൊന്നും ഉണ്ടാക്കില്ല അല്ലേ? ഇല്ല. അങ്ങനെയാണോ? അതേ സമയത്ത് ഞാൻ ഉണ്ടാക്കില്ല, കാണല് കൂടുതലും. ആണോ? പക്ഷെ അവർക്ക് നല്ല സ്നേഹാണ്. ആണ് അല്ലേ? അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞില്ലേ ഇന്ദ്രു? അപ്പൊ ഞാൻ ഗിഫ്റ്റ് തരട്ടെ? വേണ്ട, ഞാൻ തരുന്നില്ല. ലാസ്റ്റ് ഇതിലേതാ വേണ്ടേ? 5 സ്റ്റാർ. 5 സ്റ്റാർ ഇല്ലേ ഇതിൽ? അയ്യോ 5 സ്റ്റാർ അല്ല, കിറ്റ്കാറ്റ് തരട്ടെ? എനിക്കിത് കഴിഞ്ഞ ഒരു പാട്ട് പാടി തരുമോ? പാട്ടറിയില്ല, എന്നാലും ഏതൊരു പാട്ട് അറിയാതൊന്ന് പാടിത്തരാം. ഏതൊരു പാട്ട് അറിയാതെ പാടിത്തരാന്നൊക്കെ. ഇത് പിടിച്ചോ. എല്ലാം തരില്ല. മഞ്ച് ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം ചോദിക്കുവാണേ. ഇന്ദ്രുവിന്റെ ബാഗില് എപ്പോഴും സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സംഭവം. ഇന്ദ്രുവിന്റെ ബാഗിൽ എപ്പോഴും ഈ ഒരു സാധനം ഉണ്ട്. എന്ത് സാധനം അത്? ബാഗില്, എന്റെ ബാഗിലാ. എന്ന് വെച്ചാൽ ഇന്ദ്രുവിന്റെ ബാഗിൽ അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സാധനം ഏതായിരുന്നു? മറ്റേ സ്പൈഡർമാന്റെ കുപ്പായം. സ്പൈഡർമാനെയാണോ ഏറ്റവും ഇഷ്ടം? അതെന്താ സ്പൈഡർമാനെ ഇഷ്ടം? അതാ, അത് ഞാനില്ലേ ഇടക്കിടക്ക് ഇങ്ങനെ കാണല്, മെയിൻ സ്പൈഡർമാൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എന്നാലും സ്പൈഡർമാനെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ കാരണം? അതില്ലേ, അത് എനിക്ക് ഓർമ്മയില്ല, ഞാനും ഇടക്കിടക്ക് വിചാരിച്ചിട്ടുണ്ട്. ഞാനൊരു സ്പൈഡർമാൻ ആണെന്നെങ്കിൽ വിചാരിക്കാറുണ്ടോ? എന്താ വിചാരിക്കാറ്? നമ്മളിത് ഇങ്ങനെ കാണിച്ച അപ്പൊ തന്നെ കൊറേ നൂലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുമൊക്കെ കാണുമ്പോ നല്ല രസമല്ലേ? അതുകൊണ്ടാണ് സ്പൈഡർമാൻ ആവണ്ടേ ഇന്ദ്രുവിന്? ഞാൻ ഇടക്കിടക്ക് സോഫമേലെല്ലാം കയറി കളിക്കലുണ്ടല്ലോ സ്പൈഡർമാൻ ആയിട്ട്. ആണല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പർ ഹീറോ ആരാ? സ്പൈഡർമാൻ തന്നെ. സ്പൈഡർമാൻ ആണ്. എനിക്ക് സൂപ്പർമാനെ ഇഷ്ടം. സൂപ്പർമാനാ? സ്പൈഡർമാനെ മാത്രമേ ഇന്ദ്രു കണ്ടിട്ടുള്ളൂ. സ്പൈഡർമാൻ ശരിക്കും കണ്ടിട്ടില്ല, മാത്രം. ആണല്ലേ? അപ്പൊ ഞാൻ അടുത്ത ചോക്ലേറ്റ് തരാം കേട്ടോ. ഇന്ദ്രു പറഞ്ഞത് കറക്റ്റാ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, സ്പൈഡർമാൻ മാത്രമുള്ളത് വേറൊരു ഒരു സംഭവം കൂടി ഉണ്ടെന്ന് പറഞ്ഞു ബാഗിൽ. എന്തായിരിക്കും അത്? ബാഗിലാ? എന്ത് സംഭവം? ഇന്ദ്രുവിന് കാറൊക്കെ ഭയങ്കര ഇഷ്ടാണോ? കാർ ഇഷ്ടാണ്. അപ്പൊ കാർ ഉണ്ടോ ബാഗില്? കാറിങ്ങനെ ഒരു ഇതുണ്ട്, മറ്റേ TV സ്റ്റാൻഡിന്റെ ചെലവുണ്ട്, അവിടെ എല്ലാം കുത്തിക്കേറ്റൊക്കെ ചെയ്യുക. അങ്ങനെയാണോ ചെയ്യുന്നേ? ഇന്ദ്രുവിന് കാർ ഓടിക്കാൻ ഇഷ്ടാണോ? കാർ ഓടിക്കാൻ അറിയില്ല, ഇഷ്ടമാണ്. കാറൊക്കെ ഇഷ്ടാണല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള കാർ ഏതാ? XUV തന്നെ. ആണല്ലേ? എന്നെക്കാളും നന്നായിട്ട് അറിയാം. BMW അതൊക്കെയാണ് ഇഷ്ടം. വലുതാകുമ്പോ നമുക്ക് കാറ് വാങ്ങിക്കണ്ടേ? വലുതാകുമ്പോ പട്ടാളക്കാരനാവണം. ഇന്ദ്രു പറഞ്ഞെങ്ങനെ പട്ടാളക്കാരനാവണം, കരാട്ടക്കാരനാവണം, സിനിമാക്കാരനാവണം, പിന്നെ എന്താവണമെന്നായിരുന്നു പറഞ്ഞേ? പൈലറ്റ് എന്തോ പറഞ്ഞിട്ടില്ലേ? പൈലറ്റ് പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആ 3 പറഞ്ഞിട്ടുള്ളൂ. പൈലറ്റ് ആവണമെന്ന് വെച്ചാൽ വേറെ ആരോട് പറഞ്ഞല്ലോ ഇന്ദ്രു? അത് പറഞ്ഞു, പണ്ട് പറഞ്ഞേ. ഇപ്പൊ പൈലറ്റ് ആവണ്ടേ? ഇല്ല. ഈ പൈലറ്റ് എന്താ ചെയ്യുന്നേ? വിമാനം ഓടിക്കും. വിമാനം ഓടിക്കും? ഏതി കൂടെ? ആകാശത്തെ കൂടെ. ഓടിക്കും. പട്ടാളക്കാരൻ എന്താ ചെയ്യണേന്ന് അറിയോ? ആണല്ലേ? ഓക്കെ, എന്തായാലും ഇതും ഇന്ദ്രു പറഞ്ഞോണ്ട് ഞാനൊരു ചോക്ലേറ്റ് തരാം കേട്ടോ. ഇന്ദ്രുവിന് ഏറ്റവും ഇഷ്ടം ഏത് ബിരിയാണിയാണേ? ഇന്ദ്രുവിന് ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി. അത് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടാ. ചിക്കൻ ആണോ ഏറ്റവും ഇഷ്ടം? ചിക്കൻ ആണ്. എന്താ ചിക്കൻ ഇഷ്ടം? പണ്ട് തൊട്ടേ അമ്മ ഉണ്ടാക്കി തരുന്ന ചിക്കൻ ആണോ ഇഷ്ടം? ഇന്നും കൂടി നമ്മൾ ചിക്കൻ കഴിച്ചു വന്നിട്ടേ ഉള്ളൂ. ആണ്. ചിക്കൻ എനിക്കും ഏറ്റവും ഇഷ്ടം ചിക്കനാ. ചിക്കൻ ബിരിയാണി,
പിന്നെ എന്തൊക്കെയാ ഇഷ്ടം? കുഴിമന്തി ഒക്കെ ആ ഇഷ്ടമാണോ? കുഴിമന്തി ഇഷ്ടാ. കുഴിമന്തി അല്ലേ നമ്മള് കഴിച്ചത്. ആര് കഴിച്ചു? എന്റെ കൂടെ കഴിച്ചിട്ടില്ല. ഞാൻ കുഴിമന്തി കഴിച്ച്, ഞാനും എന്റെ ചേച്ചി ചിക്കൻ കുഴിമന്തി കഴിച്ചു, അമ്മ ബീഫ് കുഴിമന്തി കഴിച്ചു, അച്ഛനും അമ്മയും. ആണല്ലേ? ബീഫ് എനിക്ക് അലർജിയാ. അലർജിയാണ്, അതുകൊണ്ട് ചിക്കൻ ആണ് കൂടുതൽ ഇഷ്ടം. യെസ് ആണ്. ഓക്കെ, അതും കറക്റ്റ് ആണ്. ഇപ്പൊ എന്റെ ഇനി 3 കൂടി ഉണ്ട്. ഇത് 3 പറയാൻ 3 ഒരുമിച്ച് തരാം ഞാൻ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇന്ദ്രുവിന് ചോക്ലേറ്റ് ഒന്നും വലിയ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടാണ്. ഇഷ്ടാണ്. പക്ഷെ ഇന്ദ്രു നല്ല കുട്ടിയാ. ഇന്ദ്രു അങ്ങനെ ഒത്തിരി സിനിമകൾ കാണാറില്ല, ഇന്റർവ്യൂസ് കാണാറില്ല. ഇന്റർവ്യൂസാ? അത് ഞാനില്ല ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ളൂ. അത് കണ്ടിന്. പിന്നെ 2 ഇന്റർവ്യൂ അല്ലേ? അതൊക്കെ ഏതാ? അതൊന്നൊരു റൂമുണ്ട്, അവിടെ നമ്മൾ നിൽക്കാൻ പോയപ്പോ ഒരു ഇന്റർവ്യൂ, പിന്നെ മസ്താനി ചേച്ചിന്റെ ഇന്റർവ്യൂ, പിന്നെ ഈ ഇന്റർവ്യൂ. അതെ, ഓക്കെ. അപ്പൊ അല്ലാതെ ഒന്നും കാണാറില്ല? കാർട്ടൂൺ കാണാറില്ല? കാർട്ടൂൺ ഒന്നും കാണാറില്ല. ഇല്ല, ഓക്കെ. ഗെയിംസിന്റെ വീഡിയോസ് എല്ലാം അങ്ങനത്തെയൊക്കെ കാണാറുള്ളൂ. ഇനി ഏറ്റവും ഇന്ദ്രുവിന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാ? ചോക്ലേറ്റ് ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, കിൻഡർ ജോയ്. കൊറേ ലിസ്റ്റ് ഉണ്ട്, അതിലൊരു ലിസ്റ്റ് ഇതിലുണ്ട്. ശരിയാ. ഇനി ഇന്ദ്രുവിന് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയ ടീച്ചർ ആരാ? ടീച്ചറാ? എനിക്കില്ലേ 2 ടീച്ചറെ ഇഷ്ടമാണ്. 2 ടീച്ചർ പറഞ്ഞു. പറഞ്ഞോ. 2 ടീച്ചർ, ഒന്ന് രമ്യ ടീച്ചർ, ഒന്ന് രേഷ്മ ടീച്ചർ. അത് കറക്റ്റ് ആണല്ലോ. ടീച്ചർ ആവണ്ടെന്നല്ലേ പറഞ്ഞത് ഇന്ദുരു? പക്ഷെ ടീച്ചർ ആവട്ടെ എനിക്ക്. പക്ഷെ ടീച്ചർമാരെ ഇഷ്ടമാണ്. ഈ ടീച്ചർമാരെ അടിക്കൂലേ ഇന്ദ്രുവിനെ? അടിക്കലൊന്നും ഞാൻ കാര്യാക്കലില്ല. അപ്പൊ അടിക്കുവോ? അടിക്കലും ചെയ്യും. പക്ഷെ അടിക്കല് കാര്യാക്കൂലേ? അതെന്താ? ഞാൻ ഇടക്കിടക്ക് എന്തെങ്കിലും ആക്കുമ്പോ എന്തെങ്കിലും ഒരു ചെക്കൻ പറഞ്ഞ ഐഡിയ എന്തെങ്കിലും സ്കെയിലും കൊണ്ട് ഇങ്ങനെ ആക്കി അപ്പൊ വരും. ഞാൻ അതൊന്നും കാര്യാക്കുന്നില്ല. ഞാനതൊക്കെ കൂളായിട്ട് വിടും അല്ലേ? ടീച്ചേഴ്സിനോടൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ? മാത്രമേ ഉള്ളൂ. എല്ലാരോടും സ്നേഹമാണോ ഇന്ദ്രുവിന്? എല്ലാരോടും. എന്നോട് സ്നേഹമുണ്ടോ? ഇല്ല 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 ഇല്ല. എന്നോട് സ്നേഹം ഉണ്ടായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറഞ്ഞു. അതല്ലാതെ ആസിഫിക്കാനെ പറ്റി ചോദിച്ചു, മൂവിനെ പറ്റി ചോദിച്ചു, അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. ആസിഫിക്കാൻ ഇടക്കിടക്ക് കാലിലെല്ലാം പിടിച്ച് ഇറിക്കും. അമ്മേ എനിക്കെന്താ പോവാൻ പറ്റൂല അമ്മേ. അതെന്ത് പറ്റി? അതാ കാലിലെല്ലാം പിടിച്ച ഇറിക്കും. പിന്നെ എന്നടുത്ത് ചെലപ്പോ കൂളാവും, പിന്നെ എന്നെ ഒന്ന് തോളത്തെല്ലാം കയറ്റിട്ട് കുറച്ച് സമയം നടക്കും, പിന്നെ ഇറക്കും. ആണല്ലേ? ഇക്ക കാലി പിടിച്ച് എന്താ ചെയ്തേ? കാലി പിടിച്ച് അന്നൊരു സീൻ എടുക്കുന്ന സമയത്ത് എന്തോ ചെയ്തിന്, കാലിലാറ്റം പിടിച്ചിട്ട് എന്തോ ചെയ്തിന്. ആണല്ലേ? ആസിഫിക്കാടെ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ പോവാറുണ്ടോ? ആസിഫിക്കാന്റെ കൂടെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇല്ല 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 ഇല്ല. പക്ഷെ എന്നാലും ആസിഫിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതെ അല്ലേ? എന്നാലും എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്റെ പേരെന്തായിരുന്നു? അതാ ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടായില്ല. കറക്റ്റാ. ചുമ്മാ പറഞ്ഞതാ. ഇന്ദ്രു നല്ല കുട്ടിയാട്ടോ. ഇന്ദ്രു ഉത്തരവൊക്കെ പറയും. ഇനി ലാസ്റ്റത്തെ ചോദ്യാണേ. ഇന്ദ്രുവിനെ അമ്മ ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന എന്ത് കാര്യത്തിനാ? എന്ത് കാര്യത്തിനാ അമ്മ എപ്പോഴും വഴക്ക് പറയാറ്? ഞാനല്ലേ ഇടക്കിടക്കില്ല അമ്മേനോട് ഫോണാറ്റം ചോദിക്കല്. ഫോൺ ചോദിക്കലുണ്ട്. അമ്മ പറയും ചാർജില്ല മോനെ, ചാർജില്ലാന്ന് പറഞ്ഞാ പിന്നീട് ചോദിക്കും. പിന്നെ നമുക്ക് പ്രഷർ കയറി പിന്നെ അമ്മ ഒരു കലമല മോനെ. എന്തിനാ ഫോൺ ചോദിക്കണേ? ഞാനാ എനിക്കിടക്കിടക്ക് ബോറടിക്കും. അവരൊന്നും കളിക്കാൻ വരൂല. ആണോ? അതെന്താ കളിക്കാൻ തരൂലാത്തെ? ഇടക്കിടക്ക് എന്റെ ഏട്ടൻ എന്റെ കൂടെ ഫുട്ബോൾ കളിക്കാനെല്ലാം വരും. ഇവരില്ലേ, ഈ ചേച്ചി എന്റെ ഒരു ഏട്ടനുണ്ട്, ഇവർക്ക് എപ്പോഴും സ്റ്റേഷനറി എന്ന് വെച്ചാൽ മറ്റിങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളല്ലോ. പ്രാന്ത്. നമ്മളോട് ഒന്ന് ചോദിച്ചാ മതി, കളിക്കാനേ വരൂല. അശോ, അതുകൊണ്ട് ഇന്ദുരു ഫോൺ ചോദിക്കോ? ഇന്ദുരു ഒറ്റയ്ക്ക് പോയി കളിച്ചാ പോരെ? ഞാനും എന്റെ ഏട്ടനും ഇടക്കിടക്ക് ഫുട്ബോൾ കളിക്കും. എപ്പോഴും ഫുട്ബോൾ കളിക്കുക ചെയ്യുക. മെസ്സിനെ ഇഷ്ടമാണോ അപ്പൊ ഫുട്ബോളൊക്കെ കളിക്കുമ്പോ? മെസ്സിനെ അറിയോ? മെസ്സിനെ അറിയാം. മെസ്സി ആരാ? മെസ്സി 10 അല്ലേ? മെസ്സി എന്ന് വെച്ചാൽ മെസ്സി തന്നെ. കറക്റ്റ്. റൊണാൾഡോ ആരാ? റൊണാൾഡോ 7 അല്ലേ? റൊണാൾഡോ എന്ന് വെച്ചാൽ റൊണാൾഡോ. നെയ്മറോ? നെയ്മർ എന്റെ ഏട്ടന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവര് നെയ്മർ. ആണോ? അവരല്ല, നെയ്മർ തന്നെ. നെയ്മർ തന്നെ. അപ്പൊ ചേട്ടന്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് നെയ്മർ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാ ഫ്രണ്ട് അല്ല. ഇന്ദ്രു കണ്ടിട്ടുണ്ടോ നെയ്മറിനെ?
ഇല്ല. ഓക്കെ, ചേട്ടന്റെ പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്റെ ഇത്രയും ചോക്ലേറ്റ്സ് ഉണ്ട്, ഇതോടി തരട്ടെ? തരണമെങ്കിൽ തന്നു. ഇല്ല